നമസ്കാരം സർ. യോഹനാൻ മാർ മിലത്തിയോസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു. അദ്ദേഹം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ എമ്പുരാന്റെ വിവാദങ്ങളെ പരാമർശിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ ഗാന്ധിജിയെ വധിച്ചവർ കൊലപാതകങ്ങൾ തുടരുന്നു എന്ന ഒരു വാക്ക് പരാമർശിച്ചിരിക്കുന്നു. ഒപ്പം ഒരു സിനിമയെ കൊല്ലുന്നു എന്ന് പറയുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു വിശകലനം എന്തൊക്കെയാണ്? നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എമ്പുരാൻ സിനിമ വന്നതിന് ശേഷം അതിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട് അത് ശരിയാണ് എന്ന് വാദിക്കുന്നവരും ശരിയല്ല എന്ന് വാദിക്കുന്നവരും അതിൽ കുറച്ചുകൂടി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടാകണം, ട്രൂത്ത്ഫുൾനെസ് ഉണ്ടാകണം എന്ന് വാദിക്കുന്നവരും ഒക്കെ തന്നെ നിരവധിയായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരു സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് വളരെ വൺ സൈഡഡ് ആയിട്ടൊരു സിനിമയെ കാണിക്കാൻ പാടുണ്ടോ, വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കലാപത്തിന്റെ വളരെ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ ഒരു ഗ്രാവിറ്റിയോടും കൂടി കാണിക്കുന്ന സമയത്ത്, വളരെ ഗ്രാഫിക് ആയിട്ട് കാണിക്കുന്ന സമയത്ത് അതിന് മുൻപുണ്ടായിരുന്ന ഒരു സംഭവത്തിനെ വളരെ ചെറുതായ രീതിയിൽ പരാമർശിച്ചു പോവുക മാത്രമാണോ വേണ്ടത് തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പല ആൾക്കാരുടെയും ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ ബോധ്യത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ ചേരുന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണങ്ങളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്കാണ് നമ്മൾ യോഹന്നാൻ മാർ മിലത്തിയോസിന്റെ ഒരു പ്രസ്താവന കാണുന്നത്. അപ്പോൾ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് മതമേലധ്യക്ഷന്മാരെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലുള്ള ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന അധിപൻ എന്ന നിലയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുന്നത്, വിവാദമായിരിക്കുന്ന ഒരു പോസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു നോക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. കാരണം അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആക്രമണം എന്നൊക്കെ പറയാവുന്ന കാര്യമാണ്. കാരണം അതിൽ ഒന്നാമത്തെ കാര്യം ഗാന്ധിജിയെ വധിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ഗാന്ധിജിയെ വധിച്ചിരിക്കുന്ന ആൾക്കാരാണ്, അതായത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ആ സെറ്റ് ഓഫ് ആൾക്കാരാണ് ഗാന്ധിജിയെ വധിച്ചിരിക്കുന്നത്, ബാബറി മസ്ജിദ് തകർത്തിരിക്കുന്നത്, ഇപ്പൊ ഈ സിനിമയെ ആക്രമിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലത്തേക്കുള്ള ഒരു കേവലം വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു വിമർശനമാണ്. ഇതിന് ഓരോന്നിനും ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് എന്നും ചരിത്രപരമായിട്ടുള്ള പല വസ്തുതകളും നമ്മുടെ മുന്നിലുണ്ട് എന്നും ഒരുപക്ഷെ മെത്രാപ്പൊലീത്ത തിരിച്ചറിയേണ്ടതായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഇതിൽ ഒന്നാമത്തെ കാര്യം ഈ ഗാന്ധിജിയെ വധിച്ചു എന്നുള്ള ഒരു ആരോപണം കുറെ കാലമായിട്ട് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കോർട്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്, കോടതികളുടെ കണ്ടെത്തലുകളുണ്ട്. ആ ഒരു സമയത്ത് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് RSSനെയോ RSSന്റെ നേതാക്കന്മാരെയോ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇല്ല എന്ന് കണ്ട് അവരെയൊക്കെ തന്നെ, വ്യക്തികളെ വെറുതെ വിടുകയും ഈ സംഘടനയുടെ നിരോധനം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ അതെടുത്ത് കളയുകയും ചെയ്തതാണ്. അപ്പൊ പിന്നീടും ഇപ്പൊ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ബ്രീഫ്ലി അവരെ നിരോധിക്കുന്നു, പിന്നീട് അത് നിരോധനം മാറുന്നു. എനിക്ക് തോന്നുന്നു അടിയന്തരാവസ്ഥ കാലത്തും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട RSSന് അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പങ്കുണ്ട് എന്ന് നിലവിലുള്ള ഒരു രേഖയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് വാദിക്കാനായിട്ട് കഴിയില്ല. കാരണം RSSന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംഘടനയിലേക്ക് പോയിരുന്നയാളാണ് ഗാന്ധിയുടെ ഘാതകനായിട്ടുള്ള നാഥുറാം ഗോഡ്സെ. അപ്പൊ അങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ ഈ രീതിയിലത്തേക്ക് വീണ്ടും പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസക്തി ഇതിലുണ്ട്. പിന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു തെറ്റും ആ ഒരു ഭാഗത്തുണ്ട്. കാരണം ഫാക്ച്വലായിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല തീരുമാനിക്കേണ്ടത്, ഫാക്ടിന്റെ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ സിനിമയെ എതിർക്കുന്ന ആൾക്കെങ്കിലും ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എങ്കിൽ അത് ഇന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ്, ഇന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്, കോടതിയുടെ ഇന്ന നടപടികളുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ വിശദീകരിക്കണം. കാരണം അത് ഈ പറയുന്ന യോഹന്നാൻ മാർ മിലത്തിയോസിന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള ബോധ്യമല്ല, മറിച്ച് എല്ലാവർക്കും വെരിഫൈ ചെയ്യാവുന്ന, വെട്ടിയാവുന്ന ഇൻഫർമേഷനാണ്. അങ്ങനെ ഒരു കാര്യം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പക്കലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് അതൊരു സെപ്പറേറ്റ് കേസാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് തകർക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളുണ്ട്. ആ ക്രിമിനൽ കേസുകൾ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന കോടതികൾ എവിടെയുണ്ട്. അപ്പൊ അതിൽ ആരെയൊക്കെയാണ് കുറ്റക്കാരായിട്ട് കണ്ടെത്തുന്നത്, എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് അവർക്ക് നൽകുന്നത് എന്നതൊക്കെ പ്രധാനമാണ്. അതിലൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ലാൽകൃഷ്ണ അദ്വാനി ഉൾപ്പെടെയുള്ള ആൾക്കാർ കുറ്റക്കാരാണെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവർ ഈ ബാബറി മസ്ജിദിനെ തകർക്കാനായിട്ടുള്ള ആഹ്വാനം നടത്തിയതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും തന്നെ ആ രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങളില്ല. ഇവരൊക്കെ തന്നെ അതിൽ നിന്ന് വിടുതൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. കലാപത്തിനെ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് അത് മാറുന്ന സമയത്ത് ഇവരൊക്കെ തന്നെ ഇതിന് ശ്രമിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം.
തടയാനായിട്ട് ശ്രമിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് ആളിക്കത്തിക്കാനായിട്ട് ശ്രമിച്ചോ എന്ന് ചോദിച്ചാൽ എൽ കെ അദ്വാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് ആളിക്കത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. തന്നെയുമല്ല, അവിടെ ഉണ്ടായിരുന്ന പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറണമെന്ന രീതിയിലത്തേക്കുള്ള അനൗൺസ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് ഉള്ള തെളിവുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനൊരു കലാപമായി മാറുന്നതിന് വേണ്ടിയിട്ട്, ആ പള്ളിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നോ, സംഘമായിട്ടൊരു പ്ലാൻ ആയിരുന്നോ എന്നതിനെയും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിനെ വീണ്ടും ഒരു ഏകപക്ഷീയമായ രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവായിട്ട് കൊണ്ടുവരുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് കേവലം ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി ആക്രമിക്കുകയായിരുന്നോ എന്നുള്ളത് യൂഹനൻ മാർ മെലിത്തിയോസ് ചിന്തിക്കേണ്ടതാണ്. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഗുജറാത്ത് കലാപത്തിന് ഗോത്ര ഇൻസിഡന്റ് എന്നുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് എന്നതുപോലെ തന്നെ ബാബറി മസ്ജിദിന് പിന്നീടുണ്ടായിരുന്ന ഒരു ബാക്ക് സ്റ്റോറി, അതിന് മുമ്പിലുണ്ടായിരുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി എന്ന് പറയുന്നത് അതിന് അടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ക്ലെയിമാണ്. അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആർബിട്രേഷന് പോലും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയായി വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു കേസാണ്. ബ്രിട്ടീഷ് കാലത്ത് തന്നെ ആ ഒരു കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാക്കപ്പെട്ട നിയമങ്ങളിൽ നിന്ന് പോലും ബാബറി മസ്ജിദ് ആർബിട്രേഷൻ എന്ന് പറയുന്നതിന് എക്സെപ്ഷൻ നൽകിയിരുന്നതാണ്. അത് പ്രത്യേകമായ മറ്റൊരു രീതിയിൽ തന്നെ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു. സുപ്രീം കോടതിയുടെ വിധി എന്താണ് വന്നിരിക്കുന്നത്? സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത് പോലും അവിടെ ഒരു രാമക്ഷേത്രമാണ് ഉണ്ടാകേണ്ടത് എന്നതായിരുന്നു. അതിനനുസരിച്ച് ഫൈനലി സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾ, ഗാന്ധിജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തീർപ്പ് കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. അതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരുന്നത്, ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അതിൽ താല്പര്യമുണ്ടായിരുന്നത്, ആരൊക്കെ അതിൽ നിരപരാധികളായിരുന്നു എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ചരിത്ര വസ്തുതകൾ അടക്കം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഗുജറാത്ത് കലാപവും. ഗുജറാത്തിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും അന്വേഷിക്കപ്പെട്ടതാണ്. അന്വേഷിച്ചതിന് ശേഷം അന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 4-5 മാസം മാത്രമേ അദ്ദേഹം ആ സമയത്ത് മുഖ്യമന്ത്രിയായിട്ട് ആദ്യത്തെ ടൈമിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചാർജ് എന്തായിരുന്നു? അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചാർജ് ഗുജറാത്ത് കലാപത്തിനെ ശമിപ്പിക്കുന്നതിന് വേണ്ടി കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നായിരുന്നു. പക്ഷേ ചരിത്ര വസ്തുതകൾ എന്താണ് നമ്മളോട് പറയുന്നത്? ഫാക്ട് എന്താണ് പറയുന്നത്? CBIയുടെ SIT നടത്തിയിരുന്ന അന്വേഷണം എന്താണ് നമ്മളോട് പറയുന്നത്? സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ എന്താണ് നമ്മളോട് പറയുന്നത്? ഇതെല്ലാം വരുന്നത് എവിടെയാണ്? UPA സർക്കാർ, കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ രാജ്യം ഭരിക്കുന്ന സമയത്താണ്. പിന്നീട് അതിനുശേഷം നാനാവതി കമ്മീഷൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി അബ്സോൾവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറ്റമില്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അസാധ്യമായിട്ടുള്ള എല്ലാ സന്നാഹത്താലും അദ്ദേഹം ഈ പ്രശ്നത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചുവെന്നും കലാപം ഇല്ലാതെയാക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെന്നും കേന്ദ്ര സർക്കാരിന്റെയും മറ്റ് ഇതര സംസ്ഥാനങ്ങളുടെയും പിന്തുണ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷനാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് കലാപത്തിനെ വളരെ പ്രാക്ടിക്കലായിട്ട് രാഷ്ട്രീയത്തിനുള്ള ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചുവെന്നോ അതിന്റെ പേരിൽ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടോ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടോ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം, രാഷ്ട്രീയ ആരോപണമായിട്ട് കോൺഗ്രസ് ഉൾപ്പെടെ എത്ര കാലം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ വസ്തുത എവിടെയാണ്? തെളിവ് എവിടെയാണ്? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഭദ്രാസനാധിപനാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യം ആധികാരികമാണോ അല്ലയോ എന്നത് ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കേണ്ടത്, സമർത്ഥിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ തന്നെ പൊളിഞ്ഞു വീഴുന്നത്. ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യം, ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഒരു ഭദ്രാസനാധിപനായിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിലൊരു മതസ്പർദ്ധ ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആയിട്ട് അദ്ദേഹം കാണേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രത്തോളം സംഘർഷമുള്ള ഒരു സമയത്ത് കൂടിയാണ്, ഒരു കാലത്താണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതിന് പിന്നിലേക്ക് എത്രയോ സംഘർഷങ്ങൾ ഇത്തരത്തിൽ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രസക്തമായി ചർച്ചയിൽ ഇരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു സഭാധ്യക്ഷൻ ചെയ്യേണ്ടത്. അതിനു പകരം ഇവിടെ ഈ ചെയ്തിരിക്കുന്നത് വളരെ മോശമായ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവനയാണ്, വളരെ അപക്വമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഇരിക്കുന്ന കസേര ഏതാണ്, ആ കസേരയിൽ ഇന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ഇത്തരത്തിലുള്ള സ്പർദ്ധകൾ ഒഴിവാക്കുകയാണോ, അതോ അത്തരം കാര്യങ്ങളെ പറ്റി ആധികാരികമല്ലാത്ത ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് പറയുകയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് അപക്വമാണ് എന്നുള്ള ഒരൊറ്റ ലൈനിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയെ ഒതുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലപ്പോഴും ഈ രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സഭ അതിനെയൊക്കെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ,
അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുപ്പായമിട്ട് ഒരു പ്രത്യേക കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിവേകം ആ സഭയ്ക്ക് തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.